Quality circle. Quality circle originated in Japan. Before the war, Japan had reputation for copying Western ideas. ഈ ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ എല്ലാം ജാപ്പനീസ് ടെക്നിക്സ് ആണ്. നമ്മൾ പഠിക്കുന്ന ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ജാപ്പനീസ് ടെക്നിക്സുകളാണ്. അത് നമ്മൾ ആദ്യം പറഞ്ഞതാണ് എന്തുകൊണ്ടാണ് ഈ ജാപ്പനീസ് ടെക്നിക്സുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കാരണം എന്നുള്ളത്. അപ്പോൾ ക്വാളിറ്റി സർക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സിക്സ് സിഗ്മയൊക്കെ പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ടീം ഉണ്ടായിരിക്കും നമ്മുടെ ഓർഗനൈസേഷനിൽ ക്വാളിറ്റി ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു ടീം ഉണ്ടായിരിക്കും. അതേപോലെ ഒരു ടീമാണ് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. അതായത് ബിഫോർ വാറിന് മുമ്പും, അതായത് വാർ ഉണ്ടായതിന് ശേഷമാണ്, സെക്കൻഡ് വേൾഡ് വാറിലാണ് ജപ്പാൻ പൂർണ്ണമായിട്ട് നശിക്കുന്നത്. അപ്പോൾ അവർ അമേരിക്ക ബോംബിട്ട് നശിപ്പിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ അവർ നശിപ്പിക്കാനുള്ള കാരണം അത് തന്നെയാണ്. അതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അമേരിക്കയെക്കാളും കൂടുതൽ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ആ സമയത്ത് ഇവർ ഓരോ ഓർഗനൈസേഷനും ഒരു ക്വാളിറ്റി സർക്കിൾ, ഒരു ടീം ഓഫ് മെമ്പേഴ്സ്, ആ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങൾ അറിയുന്ന, ആ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്ന ആൾക്കാരൊക്കെ കൂടിയിട്ട് ഒരു ടീമായിട്ട് ഉണ്ടായിരുന്നു. ആ ടീമാണ് ആ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ അതിന് ശേഷം വാറിന് മുന്നേ അവിടെ ഉണ്ടായിരുന്നു, വാറിന് ശേഷം കുറച്ചും കൂടി അത് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്തു. ബട്ട് ദ ക്വാളിറ്റി വാസ് മച്ച് ഇൻഫീരിയർ ഓവർ ദ ലോങ് പീരീഡ് ഡ്യൂറിംഗ് ബോത്ത് 1940 to 50. Professor Ishikawa, among others, studied the situation, concluded much of the trouble originated from gulf between management and shop floor. അതായത് ഇവരെന്ത് ചെയ്തു, ഇങ്ങനെയുള്ള പ്രോബ്ലംസ്, പ്രൊഡക്റ്റിനുള്ള ക്വാളിറ്റിയിൽ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വന്നു, സെയിം ക്വാളിറ്റി അല്ല വരുന്നത്, അങ്ങനെയൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഇവർ ഒരു ടീമായിട്ട് നിന്നിട്ട് ഇവർ തിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അവർ ഓരോരുത്തരെയും വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങി. പതുക്കെ ഇവർ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്താണ് നമ്മൾ ആദ്യം മാനേജ്മെൻറ്റ് മാത്രമല്ല ഷോപ്പ് ഫ്ലോർ അടിയിൽ നിന്ന് തന്നെ അതിൻ്റെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നു. ആ സമയത്താണ് അവർ സെക്കൻഡ് വേൾഡ് വാർ വരുന്നതും അവർ നശിക്കുന്നതും. ഓപ്പറേറ്റേഴ്സ് വർ വീക്കലി അവെയർ ഓഫ് ദ കോസ് ഓഫ് ക്വാളിറ്റി പ്രോബ്ലം ആൻഡ് മോഡേൺ സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ. പിന്നെ ആ ക്വാളിറ്റി പ്രോബ്ലംസ് ഒക്കെ, അപ്പോൾ ഇവരുടെ പ്രൊഡക്റ്റുകൾ പലപ്പോഴും റിജക്റ്റ് ചെയ്യപ്പെടാനായിട്ടുള്ള കാരണമായി ജപ്പാൻ്റെ പ്രൊഡക്റ്റുകൾ. അപ്പോൾ അതിന് ശേഷമാണ് അവരിങ്ങനെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് അവരുടെ പ്രൊഡക്റ്റ് ഫുൾ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാക്കി മാർക്കറ്റിൽ ഇറക്കിയാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അപ്പോൾ ആദ്യത്തെ ദ ഫസ്റ്റ് ഈസ് ബിഗൺ അറൗണ്ട് 1962. പിന്നെ അവിടെ നിന്ന് ഇവർ വേൾഡ് വാർ വരുന്നു, ഇവിടെ നല്ലൊരു കൺട്രിയുടെ നല്ലൊരു ഭാഗം നശിക്കുന്നു, അവിടെയുള്ള ഡെവലപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നശിക്കുകയാണ്. പിന്നെ അതിൽ നിന്നാണ് അവർ പുതിയ ടെക്നിക്സ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് പതുക്കെ അവർ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. 1962 ആകുമ്പോഴേക്കും ജപ്പാനിൽ റെപ്യൂട്ടഡ് ആയിട്ട് 1 മില്യൺ സർക്കിൾസൊക്കെ, അതായത് ക്വാളിറ്റി ഏതൊക്കെ സ്ഥാപനങ്ങളുണ്ടോ അവിടെയൊക്കെ ഇതുപോലെ പല ക്വാളിറ്റി സർക്കിൾസ്, അതായത് പല ടീമുകൾ എപ്പോഴും അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കും, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ പ്രൊഡക്റ്റിന് നല്ല ഡിമാൻഡ് ഉണ്ട്, മാർക്കറ്റ് ഉണ്ട്, എങ്കിലും അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കും, അവർ ആ പ്രൊഡക്റ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കും. നമ്മുടെ അവിടെയൊക്കെ വരുന്നത് ഇപ്പോഴാണ്, ആ ഒരു ചിന്താഗതി വരുന്നത് ഈ അടുത്ത കാലത്താണ്. പക്ഷേ ജപ്പാനിൽ അത് മുന്നേ തുടങ്ങിയിട്ടുണ്ട്. സം 10 lakh വർക്കേഴ്സ്, അതിലൊക്കെ ഒരു 10 ലക്ഷത്തോളം വർക്കേഴ്സ് അതിൽ ഇൻക്ലൂഡാണ്. എ ക്വാളിറ്റി സർക്കിൾ ഈസ് എ സ്മോൾ വോളണ്ടറി സെൽ ഓഫ് ഓപ്പറേറ്റേഴ്സ് ഷെയറിങ് എ കോമൺ വർക്ക് സിറ്റുവേഷൻ ഹു മീറ്റേഴ്സ് ദ ഡീം നെസസറി ഫോർ ദ റിഡക്ഷൻ ബൈ ദ എഫേർട്ട് ഓഫ് ദ കൗണ്ട്ലെസ് നമ്പർ ഓഫ് പ്രോബ്ലം ഇംപെഡ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ദെയർ വർക്ക്. ക്വാളിറ്റി സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ടീം ഓഫ് മെമ്പേഴ്സാണ്. ആ ടീം ഓഫ് മെമ്പേഴ്സ് എന്താ ചെയ്യണേ, വർക്കിലെ എഫേർട്ടുകൾ കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ, നമ്മളുടെ കൂടുതൽ എഫേർട്ടുകൾ, അതായത് മുന്നേ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ മാനുവലായിട്ട് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ റോബോട്ടിക് എഞ്ചിനീയറിംഗ് ഉപയോഗിച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയുള്ള എഫേർട്ടുകൾ കുറയ്ക്കാനുള്ള, ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ എഫേർട്ട് കുറയ്ക്കാനുള്ള, റെഡ്യൂസ് ചെയ്യാനുള്ള ടെക്നോളജികൾ ഇവർ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. കൗണ്ട്ലെസ് നമ്പർ ഓഫ് പ്രോബ്ലം ദാറ്റ് ഇംപെഡ് ദി ഇഫക്റ്റീവ് ഓഫ് ദെയർ വർക്ക്. അത് ഒരുപാട് പ്രോബ്ലംസ് എറൈസ് ചെയ്യാൻ തുടങ്ങി. ആ പ്രോബ്ലമൊക്കെ ഇവർ എന്ത് ചെയ്യുന്നു, ഈ ക്വാളിറ്റി സർക്കിൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അത് കണ്ടുപിടിച്ച്, മിസ്റ്റേക്ക് കണ്ടുപിടിച്ച് എഫേർട്ട് കുറയ്ക്കാനുള്ള വഴികൾ ചിന്തിച്ച് പുതിയ ഇത് ഡെവലപ്പ് ചെയ്തു. ഓൾദോ ദേ ഹാവ് കോമൺ വർക്ക് ഇൻട്രസ്റ്റ്, ദ മെമ്പേഴ്സ് ഡു നോട്ട് നെസസറിലി ടു ദ സെയിം ജോബ്. ഈ സർക്കിളിലുള്ളവരൊക്കെ സെയിം ജോബ് ചെയ്യുന്ന ആൾക്കാരാവില്ല. അവർ പല കാറ്റഗറി, മാനേജ്മെൻറ്റിൽ നിന്ന് ഒരാളുണ്ടായിരിക്കും, ഷോപ്പ് ഫ്ലോർ ഏറ്റവും താഴ്ന്ന വർക്ക് ചെയ്യുന്ന ഒരാളുണ്ടായിരിക്കും, പിന്നെ മിഡിൽ വർക്കേഴ്സ് ഉണ്ടായിരിക്കും, അങ്ങനെ പല കാറ്റഗറി. മറ്റേത് ഗ്രൂപ്പ് ആകുമ്പോൾ മാനേജ്മെൻറ്റ് ഒരു ടീം, വർക്കേഴ്സ് ഒരു ടീം, ലോ ലെവൽ വർക്കേഴ്സ് ഒരു ടീം, അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്.
ഇത് പല കാറ്റഗറിയിൽ നിന്ന് ദ ഫൗണ്ടറി സർക്കിൾ മേ 2 മോൾഡേഴ്സ്, 1 പാറ്റേൺ മേക്കർ, 1 ഫർമസ് മാൻ, 1 ഫെർമൻ മോൾഡർ ആൻഡ് സാൻഡ് ടെക്നീഷ്യൻ, ഫെർട്ടിലർ ഓർ മൺ ഇൻസ്പെക്ടർ. അതായത് പല കാറ്റഗറിയിൽ നിന്നുള്ള ആൾക്കാർ അവരൊക്കെ കൂടി ചേർന്നിട്ടാണ് ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ സർക്കിളിൻ്റെ ഉള്ളിൽ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുകയും അത് ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നു, എഫേർട്ട് കുറയ്ക്കാനുള്ള ടെക്നിക്ക് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ, അത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഡയറക്റ്റ് പേ ഓഫ്. ദ ആക്ഷൻ ഓഫ് ക്വാളിറ്റി സർക്കിൾ സേവ് മണി ബൈ വർക്കിംഗ് പ്രോബ്ലം ആൻഡ് വേസ്റ്റ് ജനറേറ്റ് ആൻഡ് ഡയറക്റ്റ് പേ ബാക്ക് ടു കമ്പനി ഫോർ ദ ടൈം ആൻഡ് എഫേർട്ട് ഇൻവെസ്റ്റഡ്. എന്തൊക്കെയാണ് ഈ ക്വാളിറ്റി സർക്കിൾ വഴി അവർക്ക് കിട്ടിയിരുന്ന ബെനിഫിറ്റ്? മണി സേവ് ചെയ്യാൻ പറ്റി, വർക്കിങ്ങിലുണ്ടാകുന്ന പ്രോബ്ലംസ് കുറേയൊക്കെ കുറയ്ക്കാൻ പറ്റി, വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റി, പിന്നെ ഡയറക്റ്റ് പേ ബാക്ക് ടു ദ കമ്പനി ഫോർ ദ ടൈം ആൻഡ് എഫേർട്ട് ഇൻവെസ്റ്റഡ്. അതിലുപയോഗിച്ചിരുന്ന സമയവും എഫേർട്ടും കുറയ്ക്കാനായിട്ട് പറ്റി. അതായത് ഇപ്പോൾ നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മെഷീനറിയൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ കൂടുതൽ പ്രൊഡക്റ്റ് അറ്റ് എ ടൈം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നു. അങ്ങനെയുള്ള കുറേ ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്നു. There are 5 fundamental benefits expected from the operation of quality circle. മെയിനായിട്ട് 5 ഫണ്ടമെൻ്റൽ വർക്കാണ് മെയിനായിട്ട് അവർ ചെയ്യുന്നത്. ദ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഓഫ് പാർട്ടിസിപ്പൻറ്റ്, എല്ലാവരുടെയും പേഴ്സണൽ ഡെവലപ്മെൻറ്റാണ് ആദ്യം ചെയ്യുന്നത്. അവർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ പുതിയ പുതിയ ഐഡിയാസ് കണ്ടുപിടിച്ചോളും. നെക്സ്റ്റ് വരുന്നത് ക്വാളിറ്റി മൈൻഡ്നെസ്. ഒരു എന്താ പറയുക, പ്രൊഡക്റ്റ് ക്വാളിറ്റി ലേബിലിറ്റി കൊണ്ടുവരാനായിട്ടുള്ള പ്രിവെൻഷൻ ഓഫ് നോൺ കോൺഫറൻസ്. ഒരിക്കലും നമുക്ക് ഡിഫക്റ്റ് വരാത്ത രീതിയിൽ, ഒരു പൊരുത്തക്കേടില്ലാത്ത അതേപോലത്തെ പ്രൊഡക്റ്റ് തന്നെ ഉണ്ടാക്കാനായിട്ടുള്ള അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവരും. ഓപ്പറേറ്റർ ടു മാനേജർ ഡയലോഗ്. ഓപ്പറേറ്ററും മാനേജറും തമ്മിൽ ഡയലോഗ്, അതായത് സംഭാഷണം, ഇൻവോൾവ്മെൻറ്റ്, പാർട്ടിസിപ്പേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഡീറ്റെയിൽ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ചെയ്യും. പിന്നെ ഓപ്പറേറ്റർ ടു ഓപ്പറേറ്റർ ഡയലോഗ്, ഓപ്പറേറ്റർമാർ തമ്മിലുള്ള ഡയലോഗ്. അവിടെയാണെങ്കിലും ഇവിടെ കമ്മ്യൂണിക്കേഷനാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മൾ മറ്റുള്ളവർ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡ്, കാര്യങ്ങളൊക്കെ മൈൻഡ് സെറ്റ്. മാനേജർ ടു മാനേജർ ഡയലോഗ്, പല മാനേജേഴ്സ് തമ്മിലുള്ള ഡയലോഗുകൾ. ദെൻ ഫോമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, എവിടെ മെജോറിറ്റി ഓഫ് കമ്പനി ക്യാൻ ഓഫൺ ദ കൗണ്ടർ പ്രൊഡക്റ്റീവ്സ് ദ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതുവഴി നമുക്ക് എന്ത് ചെയ്യുന്നു, ഡിഫാൾട്ടുകൾ കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നു. അറ്റ് ഓപ്പറേറ്റർ ലെവൽ അബാൻമെൻറ്റ് ഓഫ് എനി അറ്റംപ്റ്റ് ടു സോൾവ് പ്രോബ്ലംസ്, ഇത് കുറേയൊക്കെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ഇനി അതിൽ എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. ആ എക്സ്പ്ലനേഷൻ അതിന് മുന്നേ കുറച്ച് 2, 3, 4 പാരഗ്രാഫ് ഇല്ലേ, അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. അതിന് ശേഷം വരുന്ന എക്സ്പ്ലനേഷൻ. ആ എക്സ്പ്ലനേഷൻ മുകളിൽ കൊടുത്ത ഓർഡറല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. അതിൽ മെയിനായിട്ട് 4 പോയിൻ്റാണ് പറയുന്നത്. മാനേജർ ടു മാനേജർ ഡയലോഗ്, ഓപ്പറേറ്റർ ടു ഓപ്പറേറ്റർ, ക്വാളിറ്റി മൈൻഡ് സെറ്റ്, പിന്നെ വരുന്നത് പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, പാർട്ടിസിപ്പൻസ്, അതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത് കേട്ടോ, മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ നോക്കാം, ആദ്യത്തെ മാനേജർ ടു മാനേജർ ഡയലോഗ്. അതായത് കോംപ്ലൻസി ഓഫ് മെനി മാനേജേഴ്സ് ബിലീവിങ് ദാറ്റ് ആർ ഡൂയിങ് ജോബ് വെൽ. എല്ലാവരും വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ഒരു അസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ ചെയ്യുന്ന വർക്കുകൾ ബെറ്ററാണ് എന്നുള്ളൊരു അസംഷനിലാണ് അവർ ചെയ്യുന്നത്. ഓക്കെ.